നമ്മളെപ്പോഴും വിജയിച്ചവരുടെ കഥയാണ് കേൾക്കാൻ ആഗ്രഹിക്കുക അല്ലേ? എന്നാൽ പരാജയപ്പെട്ട പല ആളുകൾക്കും വിപ്ലവകരമായ കഥകളുണ്ട്. അങ്ങനെ ഫെയിലായ ഒരു കാലത്തെ വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിരുന്നു അനിൽ അംബാനി. ധീരുഭായ് അംബാനിയുടെ കാലശേഷം റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസ് പെട്രോ കെമിക്കൽസും മുകേഷ് അംബാനിക്കും, റിലയൻസ് പവറും റിലയൻസ് കമ്മ്യൂണിക്കേഷൻസും അനിൽ അംബാനിക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് അനിൽ അംബാനി ഹാഡ് മേഡ് സം സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഇൻ ദോസ് ബിസിനസ്സസ്. അനിൽ അംബാനി ആദ്യം തന്നെ 2 ബില്യൺ ടെലകോമിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 3G സർവീസസ് ലോ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്തു. അദ്ദേഹം വളരെ സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ആഡ് ലാബ് ഫിലിംസിനെയും അവരുടെ തിയേറ്റേഴ്സിനെയും അക്വയർ ചെയ്തുകൊണ്ട് അത് പിന്നീട് റിലയൻസ് മീഡിയ വർക്ക്സ് എന്ന പേരിലേക്ക് മാറ്റി. തുടർന്ന് 2008 700ഓളം സ്ക്രീനുള്ള രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് ഓപ്പറേറ്ററിന്റെ ഓണർ ആവുകയും ചെയ്തു. കൂടാതെ ഹോളിവുഡ് പ്രൊഡക്ഷൻ കമ്പനിയായ ഡ്രീം വർക്സിനും റിലയൻസ് മീഡിയ വർക്ക്സ് ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദോസ് ഫണ്ടഡ് ഫിലിംസ് ഹാവ് മേഡ് 11 ഓസ്കാർ നോമിനേഷൻസ്. പിന്നീട് 2008 റിലയൻസ് പവറിന്റെ ഷെയർസ് IPOക്ക് വെച്ചുകൊണ്ട് വെറും 60 സെക്കൻഡിൽ മൊത്തം ഷെയർസും വിറ്റുകൊണ്ട് 3 ബില്യൺ നേടി. ആൻഡ് ദാറ്റ്സ് എ റെക്കോർഡ് in the Indian stock market history. Anil Ambani became the 6th richest man in the world with a net worth of $42 billion. Everything was going well for Anil Ambani until this happened. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് MTN എന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ കമ്പനിയുമായി ഒരു വമ്പൻ മെർജ് നടത്താൻ തീരുമാനിച്ചു. എന്നാൽ അത് വൻ നഷ്ടത്തിലാവുകയാണ് ഉണ്ടായത്. ഇതിലൂടെ വന്ന ഒരുപാട് കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് അനിൽ അംബാനി വീണ്ടും 3 ചൈനീസ് ബാങ്കുകളിൽ നിന്ന് $1 ബില്യണോളം കടമെടുത്തു. ബട്ട് തിങ്സ് വെന്റ് സൗത്ത്. പിന്നീട് 750 മെഗാവാട്ടിന്റെ ഒരു പവർ പ്ലാന്റ് പണിയാനായിട്ട് എക്സിം ബാങ്കിൽ നിന്ന് $922 മില്യൺ കടമെടുത്തു. എന്നാൽ അതും വലിയ തോതിൽ പരാജയപ്പെടുകയും അദ്ദേഹത്തിന്റെ കടങ്ങൾ പെരുകുകയുമാണ് ഉണ്ടായത്. ഇനി ഇതിന്റെ പിന്നിൽ മുകേഷ് അംബാനിയുമായുള്ള മറ്റ് കൺഫ്ലിക്റ്റുകളും വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ 2016 ജിയോ വരികയും തുടർന്ന് അനിൽ അംബാനിയുടെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ 98% വാല്യൂ കുറയുകയുമാണ് ഉണ്ടായത്. 2019 റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനി ബാങ്ക്രപ്സി ഫയൽ ചെയ്തു. ആൻഡ് ഫൈനലി ഇൻ 2020 ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും സമ്പന്നരിൽ 6ാമനായിരുന്ന അനിൽ അംബാനിയുടെ നെറ്റ്വർത്ത് 42 ബില്യണിൽ നിന്നും 0 കുത്തനെ വീഴുകയാണ് ഉണ്ടായത്.